ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇരുമ്പുളി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ അച്ചാറിനുള്ള ഏത് അച്ചാറിനും ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള അച്ചാർ കിട്ടും നമുക്ക്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉലുവ, കായം, കടുക് പരിപ്പ്, പിന്നെ അതുപോലെ കടുക്, 3 വറ്റൽമുളകാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഉലുവയും കായും നമുക്ക് വറുത്ത് പൊടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും 4 ഐറ്റം വറുത്ത് പൊടിക്കണം. പച്ചമുളക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നമുക്ക് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് നല്ലെണ്ണ വേണം കേട്ടോ. നല്ലെണ്ണ എടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി വേണം, വിനാഗിരി വേണം. അപ്പോൾ ഞാനിത് 3 എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, കായം, ഉലുവ ഇതെല്ലാം കൂടി വറുത്ത് മാറ്റി വെക്കുക കേട്ടോ. ഇതെല്ലാം കൂടി വറുക്കുന്നുണ്ട്. അതിൽ പച്ചമുളക് ഒഴിച്ച് ബാക്കിയെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മളത് പൊടിച്ചെടുക്കുന്നുണ്ട്. ഫൈനായിട്ടൊന്നും പൊടിക്കേണ്ട, തരിതരിപ്പോടെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. നന്നായി നല്ലെണ്ണ മൂത്ത് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ. കടുകൊക്കെ നന്നായി പൊട്ടി നല്ല ഇതായിട്ട് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കടുക് പരിപ്പ് 1-2 സ്പൂൺ കടുക് പരിപ്പ് ചേർക്കാം. കടുക് പരിപ്പ് ചേർത്ത് നന്നായി അത് മിക്സ് ചെയ്ത് നല്ല ഇതിലായിട്ട് വരുമ്പോൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച് പച്ചമുളക് ഇടാട്ടോ അതിലേക്ക്. എന്നിട്ട് ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായി ഇളക്കി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് മുളക് പൊടിയൊക്കെ നമ്മൾ ആ അച്ചാറിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാട്ടോ എടുക്കുന്ന ഐറ്റത്തിൻ്റെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് ആ കളറൊക്കെ ഇങ്ങനെ മാറി വരുമ്പോൾ നമ്മളത് സുറുക്ക ഒഴിച്ച് കൊടുക്കുക. സുറുക്ക മീൻസ് വിനാഗിരി കേട്ടോ. വിനാഗിരി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ പോരെങ്കിൽ വീണ്ടും നമ്മൾ ഈ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ നമുക്ക്. പിന്നെ നമ്മളിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച് ആയിട്ടുണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഉലുവ കായൊക്കെ പൊടിച്ചത്, വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ അത് നന്നായി പൊടിച്ച് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മുളക് പൊടിയും വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടത്. അപ്പം അത് അതിലേക്ക് ഇട്ടിട്ട് ഈ ഇരുമ്പുളി അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ ഇരുമ്പുളി പൊട്ടിക്കുമ്പോഴേ നമ്മൾ നല്ല മൂത്തത് എടുക്കരുത് കേട്ടോ, ചള്ളെടുക്കണേ. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല സ്പൈസി ആയിട്ടുള്ള അച്ചാറാണ്. ഈ സമയത്ത് നമ്മളിതിലേക്കൊരു കുറച്ച് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ മുളകിൻ്റെ ആ എരിവിൻ്റെ ആ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് അങ്ങനെ. അപ്പോൾ നമ്മുടെ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.